എല്ലാവർക്കും നമസ്തേ. ഞാൻ ഉഷാദേവി, റിട്ടയേർഡ് ഹിന്ദി ടീച്ചർ. കുറച്ചധികം രക്ഷകർത്താക്കളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഇന്നിവിടെ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. പുതുതായി 5ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികൾക്ക് ഹിന്ദി ഒരു പുതിയ ഭാഷയാണ്. കുറച്ചു പേരെങ്കിലും അതിനെ വളരെ ഭയത്തോടെ കാണുന്നുണ്ടാവാം. കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. അത് വളരെ ലളിതമായ ഒരു ഭാഷയാണ്. അത് പഠിക്കാൻ അത്ര വിഷമമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ള ആ ഭയത്തെ എടുത്തു കളഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഹിന്ദി ഭാഷയെ സ്വീകരിക്കുക. ഹിന്ദി അക്ഷരമാല നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒന്നും പേടിക്കാനില്ല. മലയാളത്തിലെന്ന പോലെ ഹിന്ദിയിലും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഒക്കെയുണ്ട്. ഞാൻ ഇന്ന് ആദ്യമായി പറയാൻ പോകുന്നത് സ്വരാക്ഷരങ്ങളാണ്. ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങൾ 13 എണ്ണമാണ്. അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഔ, അം, ആ, ഇങ്ങനെ 13 എണ്ണമാണ്. മലയാളത്തിലെ ഇലില്ല, ഏന്നില്ല, ഓന്നില്ല, അങ്ങനെ 3 അക്ഷരങ്ങളില്ല. ഇനി നമുക്ക് അത് മനസ്സിലാക്കാൻ, ചൊല്ലിപ്പഠിക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അനിത ആയി ആഗ്രാസെ. അനിത ആദ്യത്തെ ആ, രണ്ടാമത്തെ ആയാണ് ആഗ്ര. ഇനാം ലേക്കർ ഈക്ക് ചബാക്കർ. ഇനാം ഈ, ഈക്ക് ചബാക്കർ ഈ. ഉമാ ആയി ഊട്ടി സെ. ഉമാ ഊ, ഊട്ടി ഊ. ഋഷി ആയേ എരുമേലി സെ. ഋഷി ഇർ, എരുമേലി എ. ഐനക്ക് ലേക്കർ ഓമന ആയി. ഐനക്കിൻ്റെ ഐ, ഓമനയുടെ ഓ. അടുത്തത് ഔഷധി ലേക്കർ അഞ്ചു ആയി. ഔഷധിയുടെ ഔ, അഞ്ചുവിൻ്റെ അം. പിന്നെ ആ വെച്ചിട്ട് ആയും 2 വിസർഗ ചിഹ്നം വരുന്ന, 2 കുത്തിട്ടിട്ട് വരുന്നത് വെച്ചിട്ട് വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ലൈൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയാണ് ചൊല്ലുക? അനിത ആയി ആഗ്രാസെ, ഇനാം ലേക്കർ ഈക്ക് ചബാക്കർ. ഉമാ ആയി ഊട്ടി സെ. ഋഷി ആയേ എരുമേലി സെ. ഐനക്ക് ലേക്കർ ഓമന ആയി. ഔഷധി ലേക്കർ അഞ്ചു ആയി. ഇതിൻ്റെയൊക്കെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വരാക്ഷരങ്ങളാവും. അപ്പം നിങ്ങൾ ഈ കവിത ഒന്ന് 2 പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് അത് മനഃപ്പാഠമാക്കുക. ഈ ഹിന്ദി അക്ഷരങ്ങൾ എഴുതുമ്പോൾ എല്ലാ അക്ഷരത്തിൻ്റെയും മേലെ ഒരു ശിരോരേഖ വരച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ശിരോരേഖ എന്ന് പറഞ്ഞാൽ തലവര, അക്ഷരത്തിൻ്റെ ശിരസിൽ വരയ്ക്കുന്ന രേഖ. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഒരു ഹിന്ദിയോടുള്ള ഒരു ഭയം കുറച്ചൊക്കെ കുറഞ്ഞില്ലേ? ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ഹിന്ദി പഠിക്കാൻ തുടങ്ങിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ സ്വരാക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.